നിഷ്കളങ്കരെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോ ശിശുക്കളെ തലേ കവിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ശിശുക്കളെ പോലെ സ്വയം ചെറുതാകുന്നവരാണ് എൻ്റെ അടുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ദൈവാനുഭവം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു അഭിഷേകമല്ല. വേറെ ചിലർക്ക് നന്മ ചെയ്യുന്നവരാണ്, ഉള്ളിൽ ദൈവവും ഇല്ല, ദൈവഭയവും ഇല്ല. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ കിട്ടുന്ന ഒരു കൃപയുണ്ട്, അഭിഷേകമുണ്ട്. ഉള്ളിൽ ദൈവഭയവും പുറമേ നന്മയും ഉണ്ടാവുക. ഇത് രണ്ടും ഒരു ആത്മീയ ജീവിതത്തിന്, ഒരു വ്യക്തിയുടെ നന്മ, ഒരു വ്യക്തിയുടെ അഭിഷേകം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നിറയുമ്പോഴാണ്. അപ്പോൾ ഉള്ളിൽ ദൈവഭയവും എളിമയും പുറമേ നന്മയുള്ള ഒരാൾ എന്ന് പറയുന്നത് എത്രമാത്രം ദൈവസന്നിധിയിൽ ശ്രേഷ്ഠനാണ്, ദൈവസന്നിധിയിൽ എത്രമാത്രം വിലപ്പെട്ടവനാണ്. ഉള്ളിൽ നന്മയുണ്ടാവും, പുറമേ നന്മയുണ്ടാവുക, ഉള്ളിൽ ദൈവഭയം ഉണ്ടാവുക, എളിമയുള്ളൊരു വ്യക്തിയായിട്ട് മാറുക. ഈ മൂന്ന് പുണ്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അഭിഷേകത്തെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ വളർച്ചയെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ വേറൊരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജ്ഞാനം 9:17 കർത്താവേ, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്വം നൽകുന്നില്ലെങ്കിൽ യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ബാഹ്യമായിട്ട് മനുഷ്യരുടെ മുമ്പിൽ നല്ലവനായിട്ട് കാണപ്പെട്ട് പാപജീവിതം നയിക്കുക. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ട ഒരു മേഖലയാണ്. മനുഷ്യരുടെ മുമ്പിൽ വിശുദ്ധനെ പോലെ നടിച്ച് ദൈവസന്നിധിയിൽ പാപിയായിട്ട് ജീവിക്കുക. ബൈബിളിൽ ഈ കാപട്യ ജീവിതത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം. 23-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനം, അതുപോലെ ബാഹ്യമായിട്ട് മനുഷ്യർക്ക് നല്ലവനായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. ബാഹ്യമായിട്ട് മനുഷ്യർക്ക് മുമ്പിൽ നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. നിഷ്കളങ്കരെ ദൈവം ഒത്തിരിയധികം മാനിക്കുന്നുണ്ട്. നിഷ്കളങ്കരെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോ ശിശുക്കളെ തലേ കവിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ശിശുക്കളെ പോലെ സ്വയം ചെറുതാകുന്നവരാണ് എൻ്റെ അടുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ശിശുക്കൾ എൻ്റെ അടുക്കിൽ വരട്ടെ എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഈശോ നഥാനിയേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതാ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ ശതാധിപൻ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ആ ശതാധിപനെ കുറിച്ച് 7:3 പറയുന്നത്, ആളുകൾ ജനത്തിൻ്റെ ഈശോയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, നീ ഇത് ചെയ്തു കൊടുക്കാൻ അർഹനാണ്, നമ്മുടെ ജനത്തെ അവൻ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് പണിയിപ്പിച്ചു തരുന്നു. അത്രമാത്രം ഈ ജനത്തിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് ഈശോ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈശോ പോകുന്നത്? ഈ ശതാധിപനൊരു അഭിഷേകമുണ്ട്. ശതാധിപൻ്റെ ഉള്ളിൽ ദൈവഭയമുണ്ട്, പുറമേ മനുഷ്യസ്നേഹമുണ്ട്. ഇത് രണ്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് ഈശോ ശതാധിപൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്. അവൻ്റെ ഉള്ളിലൊരു ദൈവഭയമുണ്ട്, പുറമേ മനുഷ്യസ്നേഹമുണ്ട്. അവൻ ജനങ്ങൾക്ക് നന്മ ചെയ്യും, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കും. അതുകൊണ്ടാണ് ഈ ഭൃത്യൻ സുഖം പ്രാപിക്കാനായിട്ട് ഈശോയുടെ അടുക്കലേക്ക് ആളുകളെ അയക്കുന്നത്. അവന് ദൈവഭയം ഉള്ളത് കൊണ്ടാണ്. അവൻ്റെ ആളുകൾ ഈശോയുടെ അടുക്കലേക്ക് വരാൻ കാരണം എന്താ? അവൻ അവർക്ക് വേണ്ടി ഒത്തിരി നന്മ ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഈ രണ്ട് കാര്യം വളരെ ഗൗരവത്തോട് ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യർക്ക് നന്മ ചെയ്യുക. ചിലരുടെ ജീവിതത്തിലെ ഒരു പക്ഷേ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഉള്ളിൽ ദൈവഭയവും പ്രാർത്ഥനയും ഉണ്ടെങ്കിലും പുറമെ നന്മയൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരു ദൈവാനുഭവം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു അഭിഷേകമല്ല. വേറെ ചിലർക്ക് നന്മ ചെയ്യുന്നവരാണ്, ഉള്ളിൽ ദൈവവും ഇല്ല, ദൈവഭയവും ഇല്ല. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ കിട്ടുന്ന ഒരു കൃപയുണ്ട്, അഭിഷേകമുണ്ട്. ഉള്ളിൽ ദൈവഭയവും പുറമേ നന്മയും ഉണ്ടാവുക. ഇത് രണ്ടും ഒരു ആത്മീയ ജീവിതത്തിന്, ഒരു വ്യക്തിയുടെ നന്മ, ഒരു വ്യക്തിയുടെ അഭിഷേകം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നിറയുമ്പോഴാണ്. ഉള്ളിൽ ദൈവഭയവും പുറമേ നന്മയും. ഈ ശതാധിപന്റെ പ്രത്യേകത അതാണ് അവൻ ഈശോ വീട്ടിലേക്ക് അടുത്ത് വരുമ്പോൾ തന്നെ എഴുതി വച്ചിരിക്കുക 7:8 പറയാണ്, 7:6 പറയാണ്, ബുദ്ധിമുട്ടേണ്ട, ഒരു വാക്കരുൾ ചെയ്താൽ മതി. കർത്താവ് അങ്ങനെ ഭവനത്തിലേക്ക് ബുദ്ധിമുട്ടേണ്ട, ഒരു വാക്കരുൾ ചെയ്ത്. എന്തുകൊണ്ടാണ് ഈശോയെ ബുദ്ധിമുട്ടിക്കണം? അവൻ ശതാധിപനാണ്, അവനൊരു അധികാരിയാണ്. ഈശോയെ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടിക്കാത്തത്? അവന് ദൈവഭയമുണ്ട്. രണ്ടാമത് ഈ എളിമ വർദ്ധിക്കുന്നതിൻ്റെ അടയാളമാണ്. അവനറിയാം, എനിക്ക് വേണ്ടി ഈശോ ഇത്ര കഷ്ടപ്പെടണ്ടല്ലോ, എനിക്ക് വേണ്ടി ഈശോ ഇത്ര കഷ്ടപ്പെടണ്ട, ഈശോ ഒരു വാക്കരുൾ ചെയ്താൽ മതി. അപ്പോൾ ഈ എളിമ വന്നു കഴിയുമ്പോൾ എന്താണ്? നമ്മൾ മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഉരുകിത്തീരുന്ന വ്യക്തിയായിട്ട് മാറും. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുകയല്ല, സ്വയം മറ്റുള്ളവർക്ക് ബലിയായിത്തീരും.
ഈ ശതാബിൻ്റെ പ്രത്യേകതയാണ്, അവൻ നന്മ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തും, നന്മ ചെയ്യാനായിട്ട് അവൻ്റെ ആരോഗ്യം കണ്ടെത്തും, നന്മ ചെയ്യാനായിട്ട് അവൻ്റെ ജീവിതം തന്നെ മുഴുവനായിട്ട് സമർപ്പിക്കും. അത് ആ എളിമയുള്ളത് കൊണ്ടാണ് ഈശോ പറയുന്നത്, ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ട് പോലും ഇസ്രായേലിൽ. എന്താണ്? ഉള്ളിൽ അത്ര എളിമയുണ്ട്, ഉള്ളിൽ അത്ര ദൈവഭയമുണ്ട്, പുറമെ ഒത്തിരി നന്മയുണ്ട്. ഇതുപോലെ ഒരാളെ കണ്ടിട്ടില്ല. അപ്പോൾ ഉള്ളിൽ ദൈവഭയവും എളിമയും പുറമെ നന്മയുള്ള ഒരാൾ എന്ന് പറയുന്നത് എത്രമാത്രം ദൈവസന്നിധിയിൽ ശ്രേഷ്ഠനാണ്, ദൈവസന്നിധിയിൽ എത്രമാത്രം വിലപ്പെട്ടവനാണ്. ഉള്ളിൽ നന്മയുണ്ടാവുക, പുറമെ നന്മയുണ്ടാവുക, ഉള്ളിൽ ദൈവഭയം ഉണ്ടാവുക, എളിമയുള്ളൊരു വ്യക്തിയായിട്ട് മാറുക. ഈ 3 പുണ്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അഭിഷേകത്തെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ വളർച്ചയെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതാണ്. ഈ 3 പുണ്യങ്ങളും നിറയാൻ വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. നേരെ വ്യത്യസ്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ കാപട്യത്തിൻ്റെ അടയാളമായിട്ട് ഈ ജ്ഞാനികൾ അന്വേഷിച്ച് ഹെറോദസിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴത്തേക്കും ഹെറോദസ് പറയുന്നൊരു കാര്യമുണ്ട്, ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക, ഞാനും ചെന്ന് ആരാധിക്കാൻ വേണ്ടി എന്നോട് ഇത് പറയുക. ജ്ഞാനികളെ പറഞ്ഞു വിടുന്നതിന് വേണ്ടിയാണ് അവരോട് പറയുന്നത്, എനിക്കും ഈ ശിശുവിനെ ആരാധിക്കണം. ആരാധിക്കുന്ന രാജാവാണ്. രാജാവ് ഈ പുൽക്കൂട്ടി ജനിച്ച ഈശോയെ ആരാധിക്കുന്നത് അവൻ്റെ മനസ്സിൽ കിടക്കുന്ന ഹെറോദസിൻ്റെ മനസ്സിലെ ചിന്ത എന്താണ്? ആരാധിക്കാനാണ് എന്ന് ഈ ജ്ഞാനികളോട് പറയുമ്പോൾ ഈ ജ്ഞാനികൾ എല്ലാ വിവരങ്ങളും രാജാവിനെ അറിയിക്കും. ജ്ഞാനികൾ എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് കർത്താവിനോടൊരു ഭക്തിയാണ്. ഈ ജ്ഞാനികൾക്ക് യഥാർത്ഥ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഉള്ളിലെ രഹസ്യങ്ങൾ അറിയാൻ കഴിയും. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ വ്യക്തിയിൽ വസിക്കുകയില്ല എന്ന് വചനം പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജ്ഞാനമുള്ളത് കൊണ്ട് ഈ ജ്ഞാനികൾക്ക് മനസ്സിലായി ഈ ഹെറോദസിൻ്റെ കാപട്യം മനസ്സിലായതുകൊണ്ടാണ് ശിശുവിനെ ആരാധിച്ച് അവർ വേറൊരു വഴിയിൽ കൂടെ പോയി. ഹെറോദസിൻ്റെ ആരാധനയും ജ്ഞാനികളുടെ ആരാധനയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഹെറോദസ് കാപട്യത്തിൻ്റെ ആരാധനയാണ്. ഈശോയെ ആരാധിക്കണമെന്ന് പറയുന്നത് ഈശോയെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ജ്ഞാനികൾ ഈശോയെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് യഥാർത്ഥമായ ബോധ്യമാണ്, ഇതാണ് ലോകരക്ഷകൻ, ദൈവമാണെന്ന് ബോധ്യപ്പെട്ടു. യഥാർത്ഥ ജ്ഞാനം അതുതന്നെയാണ്. ജ്ഞാനം അതാണ്, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയക്കണമേ, അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ, അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ അറിയട്ടെ. ദൈവഹിതം അറിയുന്നത് ജ്ഞാനം വഴിയായിട്ടാണ്. ഈ ദൈവഹിതം അറിയാനായിട്ടുള്ളൊരു അഭിഷേകം ജ്ഞാനം വഴിയായിട്ട് കിട്ടുകയാണ്. ഞാൻ 9:10 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, ഈ ജ്ഞാനികൾക്ക് ഈ ഹെറോദസിൻ്റെ കാപട്യത്തെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ ദൈവത്തെ മുഴുവനായിട്ട് ആരാധിച്ചിട്ട് അവർ വേറൊരു വഴി പോവുകയാണ്. യഥാർത്ഥ ജ്ഞാനം കിട്ടിയ ഒരാൾ ഒരിക്കലും പാപവഴികൾ അന്വേഷിക്കുകയില്ല. ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പാപത്തിൻ്റെ മാർഗത്തിലൂടെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോവുകയാണ്. അതാണ് ജ്ഞാനികൾ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ, യഥാർത്ഥ ജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ വേറൊരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജ്ഞാനം 9:17 കർത്താവെ, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആർക്ക് അറിയാൻ കഴിയും? ജ്ഞാനം ദൈവം നൽകുന്നൊരു കൃപയാണ്. നിങ്ങൾ ജ്ഞാനക്കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കണമെന്ന് യാക്കോബിൻ്റെ ലേഖനം 1:5 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ച് കിട്ടുന്ന പുണ്യമാണ്. ജ്ഞാനം കിട്ടിയാൽ എന്താണ്? പാപവഴികൾ അന്വേഷിക്കുക. അപ്പം നമുക്ക് വീണ്ടും പരിശോധിക്കാം ഈ ബാഹ്യമായിട്ട്. അപ്പോൾ ഈ ഹെറോദസിൻ്റെ ഉള്ളിലെ ഒരു കാപട്യമുണ്ട്. ഉള്ളിലെ കാപട്യമാണ് ജ്ഞാനികളുടെ മുമ്പിൽ ഒരു വിശുദ്ധനെ പോലെ അഭിനയിക്കുക. വീണ്ടും ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 സാമുവേലിന്റെ പുസ്തകം 11-12 അധ്യായങ്ങൾ. ബോധപൂർവം പാപം ചെയ്ത ദാവീദ് മറച്ചു പിടിച്ച് ജീവിക്കുന്നുണ്ട്. വ്യഭിചാരം ചെയ്ത് ഊറിയായെ കൊലപ്പെടുത്തി ഊറിയായുടെ മരണവാർത്ത കേൾക്കുമ്പോൾ ഈ ദാവീദ് പെട്ടെന്ന് ശോഭിക്കുന്നുണ്ട്. ദാവീദിൻ്റെ ശോഭം എന്തിനാണ്? മതിലിനോട് ചേർന്ന് യുദ്ധം ചെയ്യുന്നത്. പണ്ടത്തെ സംഭവങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് യോവാബിനോടൊക്കെ ശോഭിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഊറിയ കൊല്ലപ്പെടാനുള്ള സാഹചര്യമൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയാണ്, പാപത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. അടുത്ത സ്റ്റെപ്പാണ് ബേത്ശബയെ കൊട്ടാരത്തിലേക്ക് വരുത്തുക. കൊട്ടാരത്തിലേക്ക് വരുത്തി ഭാര്യയാക്കി രാജ്ഞിയാക്കുക. കണ്ടു നിന്ന ആളുകൾക്കൊന്നും ദാവീദിൻ്റെ കാപട്യത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവർ നോക്കുമ്പോൾ ദാവീദിൻ്റെ പുണ്യമാണ് ഈ ഊറിയ മരിക്കുമ്പോൾ ശുഭിതനായി വിഷമിക്കുന്നു, ബേത്ശബയെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു, ആളില്ലാത്തവളെ സ്വന്തമാക്കുന്നത്. ആ അധ്യായത്തിൻ്റെ അവസാനം ഇപ്രകാരമാണ്: ദാവീദിൻ്റെ ഈ പ്രവൃത്തി ദൈവത്തിന് അനിഷ്ടമായി. എന്താ അനിഷ്ടമായത്?
മനുഷ്യരുടെ മുമ്പിൽ നല്ലവനെ പോലെ ചമഞ്ഞ് ഉള്ളി പാപിയായിട്ട് ജീവിക്കുക. ഇത്രയും നാളും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം കാണുന്നുണ്ടല്ലോ എന്നുള്ള ആ ബോധ്യം നഷ്ടപ്പെട്ടു. പിന്നെ അവന് പേടി ജനത്തെയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകത, പാപം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്നത് ഇന്ന് മനുഷ്യരെയാണ്. പാപം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യരെ പേടിക്കുക. പാപം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ആരെയാണ്? പാപം ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ പാപത്തെ അറിയുന്ന ദൈവത്തെയാണ്. ഭാര്യ അറിഞ്ഞാൽ പ്രശ്നം, ഭർത്താവ് അറിഞ്ഞാൽ പ്രശ്നം, മാതാപിതാക്കൾ അറിഞ്ഞാൽ പ്രശ്നം, സഹോദരങ്ങൾ അറിഞ്ഞാൽ പ്രശ്നം, അധികാരികൾ അറിഞ്ഞാൽ പ്രശ്നം, ദൈവം അറിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോഴാണ് ദാവീദിനെ ദൈവം ശിക്ഷിക്കാൻ തുടങ്ങിയത്. ദാവീദിൻ്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി. ആ സമയം മുതൽ ദൈവകൃപ ദാവീദിന് നഷ്ടപ്പെടുകയാണ്. വീണ്ടും തൊട്ടടുത്ത അധ്യായത്തിൽ, 1 സാമുവേലിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ അമ്നോൻ പാപത്തെ ഒളിപ്പിച്ചു വെച്ച് രോഗിയായിട്ട് ജീവിക്കുകയാണ്. രോഗിയായിട്ട്, അതായത് അവൻ രോഗിയായിട്ട് അഭിനയിച്ച് കിടക്കുകയാണ്. ഇതിനാണ് താമാറിനെ പ്രാപിക്കണം. എല്ലാ ദിവസവും രോഗിയായിട്ട് ജീവിക്കുന്ന അമ്നോനെ കാണാനായിട്ട് രാജാവ് വരുമ്പോൾ, ദാവീദ് വരുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ രോഗം മാറണമെങ്കിൽ ഈ താമാർ എനിക്ക് ഭക്ഷണം നൽകണം. അവൻ്റെ ഉള്ളിലെ രോഗം അഭിനയമാണ്. ആ രോഗം അഭിനയമാണ്. അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ താമാറുമായിട്ട് പാപം ചെയ്യണം. ഈ താമാറിൻ്റെ നിഷ്കളങ്കതയാണ്. താമാർ ഈ അമ്നോനെ കാണുന്നത് സഹോദരനായിട്ടാണ്. അമ്നോൻ താമാറിനെ കാണുന്നത് എങ്ങനെയായിട്ടാണ്? ആസക്തിയോടുകൂടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കൃപ നഷ്ടപ്പെടുന്ന മേഖലയാണ്. ഞാൻ മറ്റുള്ളവരെ കാണുന്നത് ഏതു മനോഭാവത്തോടുകൂടിയാണ് എന്ന് കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ ഏത് കാഴ്ചപ്പാടോടുകൂടിയാണ് കാണുന്നതെന്ന് ശോധന ചെയ്യണം, ആത്മശോധന ചെയ്യണം. പാപത്തോടുകൂടി കാണുകയാണെങ്കിൽ ആ പാപത്തിൻ്റെ ഇതാണ് അതിൻ്റെ കണ്ണ് ദുഷ്പ്രേരണയ്ക്ക് ദുഷിക്കരുത്. അമ്നോൻ താമാറിനെ കാണുന്നത് പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്, അവളെ സ്വന്തമാക്കണം എന്നുള്ളത്. കാരണം ആ പെൺകുട്ടി അത്ര നിഷ്കളങ്കതയാണ്. അമ്നോൻ വീണ്ടും പറയുന്നുണ്ട്, ഈ കൊട്ടാരത്തിൽ നിന്ന് എല്ലാവരും പുറത്തു പോകണം, ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാകണം. ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരിക്കലും ഈ അമ്നോൻ ഇങ്ങനെയൊന്നും ചെയ്യല്ല. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ നിഷ്കളങ്കതയെ നീ നശിപ്പിക്കരുത്. മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തെ നീ നശിപ്പിക്കരുത്. മറ്റുള്ളവരുടെ വിശുദ്ധിയെ നിൻ്റെ പാപജീവിതം കൊണ്ട് നശിപ്പിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ അമ്നോൻ അവസാനം അത്രമാത്രം നശിക്കുന്നുണ്ട്. അമ്നോനെ അബ്സലോം കൊന്നുകളയുന്നുണ്ട്. ഇതൊരു കാപട്യത്തിൻ്റെ അരൂപിയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം, ചിലർ ഈ പാപത്തെ ഒളിപ്പിച്ച് വെച്ച് സ്നേഹിക്കുന്നുണ്ട്. ചില സ്വത്തിന് വേണ്ടി കാർന്നവന്മാരെ നോക്കുന്നത്, കാപട്യം ഒളിപ്പിച്ചു, സ്വത്ത് വേണം, കള്ളത്തരം പറഞ്ഞ് വിവാഹം നടത്താറുണ്ട്. കള്ളക്കാര്യങ്ങൾ, ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് മറച്ചു വെച്ചിട്ട് പാപം ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നിഷ്കളങ്കതയോടെ അനേകം പേരെ നശിപ്പിക്കുന്നവരുണ്ട്. മറ്റുള്ളവരുമായിട്ട് ഈ വശീകരിച്ച് പാപം ചെയ്യിക്കുന്ന മേഖലയുണ്ട്. പറഞ്ഞു പറ്റിച്ചിരിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട മേഖലയാണ്. കാപട്യത്തോടുകൂടി ഉള്ളിൽ പാപത്തെ ഒളിപ്പിച്ചു വെച്ച് മറ്റുള്ളവരെ നശിപ്പിക്കുക. എത്രയോ കണ്ണുനീരുന്ന് ലോകത്ത് വീടുന്നുണ്ട് നിഷ്കളങ്കരുടെ. പാപം ഉള്ളിൽ മറച്ചു വെച്ച് വശീകരിച്ച് നശിപ്പിക്കുന്ന അനേകരുണ്ട്. ഉള്ളിൽ പാപത്തെ ഒളിപ്പിച്ചു വെച്ച് പല വ്യക്തികളെയും വഞ്ചിക്കുന്നവരുണ്ട്. ഉള്ളിൽ പാപത്തെ ഒളിപ്പിച്ചു വെച്ച് നിഷ്കളങ്കതയുടെ മുഖം ധരിച്ചിട്ട് മറ്റുള്ളവരെ തകർത്ത് കളയുന്നവരുണ്ട്. ചില കണ്ണുനീരെന്ന് പറയുന്ന അത്രമാത്രം ഈ ബൈബിളിൽ നാബോത്തിൻ്റെ കണ്ണുനീര്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞ് ആരോപണങ്ങളുണ്ടായിട്ട് കല്ലെറിയുകയാണ്. നിഷ്കളങ്കതയുടെ കണ്ണുനീരാണ്. ഏറ്റവും വലിയ നിഷ്കളങ്കത ഈ കുരിശി കിടക്കുന്ന ഈശോയിൽ കാണാൻ പറ്റും. തെറ്റ് ചെയ്യാതെ നിഷ്കളങ്കനായിട്ട് മരിക്കുക. അതുകൊണ്ട് അതുപോലെ തന്നെ സൂസന്നായുടെ കണ്ണുനീര്, ഈ മറ്റുള്ളവരെ ഈ വഞ്ചിച്ച് പാപത്തെ ഉള്ളിലൊളിപ്പിച്ച് വഞ്ചിക്കുന്ന ഒരു മേഖലയുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട ഒരു മേഖലയാണ്. പലരുടെയും കൃപ നഷ്ടപ്പെട്ടു പോകുന്ന മേഖല അതാണ്. ചില സഹായങ്ങളുടെ പിന്നിൽ ചിലരെയൊക്കെ സഹായിക്കുമ്പോൾ സഹായിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു പാപത്തിൻ്റെ അരൂപി കിടപ്പുണ്ട്. സഹായം കൊണ്ടേ കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ്. ചില പണം കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ചിലരുടെ ജീവിത വിശുദ്ധി ആഗ്രഹിച്ചിട്ടാണ്. ചില പണം കൊടുക്കുന്നതിൻ്റെ പിന്നിൽ അവരുടെ സ്വത്ത് മുഴുവൻ മനസ്സിൽ കാണാറുണ്ട്. പാപത്തെ ഒളിപ്പിച്ചു വെച്ച് കള്ളം പറഞ്ഞ് നേടിയെടുക്കുക, കള്ളം പറഞ്ഞ് ജോലി സമ്പാദിക്കുക, കള്ളം പറഞ്ഞ് വിവാഹം നടത്തുക, കള്ളം പറഞ്ഞ് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളം പറഞ്ഞല്ല കൃപ സ്വന്തമാക്കേണ്ടത്.
നിന്നിലുള്ള കൃപ നഷ്ടപ്പെടുന്നത് നീ ദൈവാനുഭവത്തിന്, ദൈവാനുഗ്രഹത്തിന് നിസ്സാരമായിട്ട് കണ്ടുകൊണ്ടാകരുത്. ബാഹ്യമായിട്ട് വിശുദ്ധനെ പോലെ നടിച്ച് ജീവിക്കുക, എന്നാൽ പാപിയായിട്ട് ജീവിക്കുക. ഒരിക്കൽ കൂടി ഈ വചനം പറഞ്ഞ് ഞാൻ ഈ ശുശ്രൂഷ അവസാനിക്കുകയാണ്. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. നമ്മുടെ ഉള്ള് ആത്മശോധന ചെയ്യണം. ഒരു പുതിയ വ്യക്തിയായിട്ട് മാറാം. ഈശോയുടെ കൃപ നിങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ. ആമേൻ.